നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കാറ്റും സി എം ഐയുടെ ഇന്റർമീഡിയറ്റിന്റെ പേപ്പർ നമ്പർ 5 എക്സംഷനും ഇതുമായിട്ട് ബന്ധപ്പെടുന്ന റൂമേഴ്സ് ആണ് ഇപ്പോൾ കുറേ നമ്മുടെ ചാറ്റുകളിലും സി എം ആയിട്ട് ബന്ധപ്പെടുന്ന ഗ്രൂപ്പുകളിലും ഒക്കെ നടക്കുന്നത്. എനിക്ക് വരുന്ന മെസ്സേജിലും മെജോറിറ്റി ഇതാ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഫൈനൽ ക്ലാരിറ്റി തരാം. എന്താണ് സംഭവിച്ചത്, എന്താണ് ആക്ച്വലി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് എക്സംഷൻ കിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സി എം ഐ ഇന്റർമീഡിയറ്റിലേക്ക് കാറ്റ് ത്രൂ ആണ് ജോയിൻ ചെയ്തതെങ്കിൽ, കാറ്റിന്റെ പാർട്ട് 1 എക്സാമിനേഷൻ പാസ് ആയിട്ടാണ് ഇന്റർമീഡിയറ്റിലേക്ക് ജോയിൻ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ നമ്പർ 5 എക്സംഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, എന്നിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു നോട്ടിഫിക്കേഷനിലെ ഇത് ജാനുവരി 30 വന്ന നോട്ടിഫിക്കേഷനാണ്. ഇതിനകത്ത് അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, വിഡ്രോ ഓഫ് എക്സംഷൻ ഇൻ പേപ്പർ നമ്പർ 5 ലോസ് ആൻഡ് എത്തിക്സ് ഫോർ കാറ്റ് ക്വാളിഫൈഡ് സ്റ്റുഡൻസ് ഫ്രം ഡിസംബർ 2024 ഓൺവേർഡ്സ്. ഡിസംബർ 2024 മുതൽ 22 സിലബസിലെ കാറ്റ് പാസ്സായി വന്ന സ്റ്റുഡൻസിന് ലോയ്ക്ക് എക്സംഷൻ കിട്ടില്ല എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഇതാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു നോട്ടിഫിക്കേഷൻ. കാരണം ഈ നോട്ടിഫിക്കേഷൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഡിസംബർ 2024, അതായത് ഈ വരുന്ന എക്സാമിനേഷൻ മുതൽ കാറ്റിന് എക്സംഷൻ കിട്ടില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, അല്ലെ? കാറ്റിന് നമുക്ക് എക്സംഷൻ കിട്ടില്ല. ശരി, ഇത് കഴിഞ്ഞിട്ട് ഒരു സർക്കുലർ വന്നിട്ടുണ്ട്. സർക്കുലറിന്റെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ മാർച്ച് 11. ഈ സർക്കുലറിൽ അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, അതായത് കാറ്റിന് എക്സംഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഇന്റർമീഡിയറ്റിന്റെ രജിസ്ട്രേഷൻ ഫെബ്രുവരി 10 മുന്നേ എടുത്തിരിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അത് വിട്ടേക്ക്, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇതിന്റെ തേർഡ് പോയിന്റ് നിങ്ങൾ നോക്കി. തേർഡ് പോയിന്റിൽ അവർ പറയുന്നത്, സ്റ്റുഡന്റ് ഓൾറെഡി ഗ്രാൻഡഡ് എക്സംഷൻ, അതായത് കാറ്റിന്റെ എക്സംഷൻ ഓൾറെഡി ഗ്രാൻഡ് ആയ സ്റ്റുഡൻസിന് 2022 സിലബസ് കഴിയുന്നത് വരെയും ഈ എക്സംഷൻ ഉണ്ടാവും എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ശരി, അപ്പോൾ സ്റ്റുഡൻസിന്റെ ഇടയിൽ ഒരുപാട് കൺഫ്യൂഷനാണ്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇന്ന് മെയിൽ അയച്ചിരുന്നു, രാവിലെ മെയിൽ അയച്ചിട്ട് അവരോട് ചോദിച്ചു, അതായത് നമ്മൾ ഓൾറെഡി കാറ്റിന്റെ എക്സംഷൻ എടുത്തു, പാസ്സായിട്ടില്ല, ഈ ഡിസംബർ എക്സാമിനേഷൻ എഴുതാൻ പോവുകയാണ്, നമുക്ക് കാറ്റിന്റെ എക്സംഷൻ കിട്ടുമോ ഇല്ലെന്ന് അറിയാനായിട്ടാണ് ഞാൻ ഈ മെയിൽ അയക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു പ്രോപ്പർ റിക്വസ്റ്റ് മെയിൽ അയച്ചു. റിക്വസ്റ്റ് മെയിലിൽ അവർ ഈ നോട്ടിഫിക്കേഷൻ അതുപോലെയാണ് എനിക്ക് അയച്ചു തന്നത്. എന്നിട്ട് നമുക്ക് കിട്ടും തന്നെ പറഞ്ഞിരിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷൻ നമ്പറിന്റെ തേർഡ് പോയിന്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, അതായത് സ്റ്റുഡൻസ് ഓൾറെഡി ഗ്രാൻഡഡ് രജിസ്ട്രേഷൻ, നമുക്ക് ഓൾറെഡി കാറ്റിന്റെ എക്സംഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 2022 സിലബസ് കഴിയുന്നത് വരെയും ഈ പറയുന്ന ലോയുടെ എക്സംഷൻ കിട്ടും എന്ന് തന്നെയാണ് റൂള്. ഇത് കൺഫേം ന്യൂസ് ആണ്, നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൈഡിൽ നിന്ന് കിട്ടിയ മെസ്സേജ് ആണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഫൈനൽ ഇതാണ്, നിങ്ങൾക്ക് ഓൾറെഡി കാറ്റിന്റെ എക്സംഷൻ നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പ് ഇതുവരെ പാസ്സായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കാറ്റിന്റെ എക്സംഷൻ കിട്ടും. അതായത് പേപ്പർ നമ്പർ 5 ലോസ് ആൻഡ് എത്തിക്സ് നിങ്ങൾ എഴുതണ്ട. അപ്പോൾ ബാക്കി എത്ര പേപ്പർ എഴുതിയാൽ മതി? ഫസ്റ്റ് ഗ്രൂപ്പിൽ ബാക്കി 3 പേപ്പർ എഴുതിയാൽ മതി. ആ 3 പേപ്പർ പാസ്സാവാനായിട്ട് നിങ്ങൾ മിനിമം 150 മാർക്ക് മേടിക്കണം. അതായത് ഇൻഡിവിജ്വൽ സബ്ജക്റ്റിന് 40 മാർക്കും അഗ്രിഗേറ്റ് കൂട്ടുമ്പോൾ 3 സബ്ജക്റ്റിനും കൂടെ 150 മാർക്ക് മേടിക്കണം. ആ പോയിന്റ് കൂടി നിങ്ങൾ ഓർത്തിരിക്കണേ. അപ്പോൾ കാറ്റിന് നിങ്ങൾക്ക് എക്സംഷൻ ഈ വരുന്ന ടേമിലും ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഈ 2022 സിലബസ് തീരുന്നത് വരെയും കാറ്റിന്റെ എക്സംഷൻ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ദിസ് ഇസ് ഫൈനൽ, ഇതിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ഉപകാരപ്പെടും. അപ്പോൾ കാറ്റ് വഴി ഇന്റർമീഡിയറ്റിലേക്ക് വന്ന സ്റ്റുഡൻസ് എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി, ഞാൻ ആ വീഡിയോ ആയിട്ട് കണ്ടു. അത്രേ ഉള്ളൂ. ബൈ.